അയാൾക്കൊരു രസമാണെന്ന് തോന്നി സ്ത്രീകളെ പറ്റിയൊക്കെ മോശമായിട്ട് എഴുതുക, പറയുക. വയലാർ രാമവർമ്മയെ പറ്റി പറയും, MT വാസുദേവൻ സാറിനെ പറ്റി പറയും. ഇവൻ എന്റെ കൈ കിട്ടിയാൻ അവനൊന്ന് തല്ലും. 2-3 പേരുണ്ട്. വേറെ എവിടെന്നെങ്കിലും കിട്ടിയാലും ഞാനാണെന്ന് പറയും. നിങ്ങൾ പരദൂഷണത്തിനൊക്കെ ഇത്രയും കാശ് കൊടുക്കുന്നുണ്ടോ? ഒരു സിനിമയെ നശിപ്പിക്കാൻ ഒരു റിവ്യൂറിന് സാധിക്കും. അവരാതെ മറ്റത് മറിച്ചത് എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറെ സിനിമ ചെയ്യുമ്പോൾ നന്നാവുമായിരിക്കാം. പക്ഷെ ഇതിലത്ര എന്നൊക്കെ പറയുന്നതും ഇമോഷണലായിട്ട് കാണും. കലാകാരന്മാരുടെ കുഴപ്പമാണത്. വിജയ് ജോസഫിനും ചേച്ചി ഒരു പുരുഷ വിരോധിയാണോ? കാരണം എനിക്ക് 2 ആൺമക്കളാണ്. എനിക്ക് ഒരിക്കലും പുരുഷ വിരോധിയാവാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും പുള്ളിക്ക് എന്തെങ്കിലും അവീത ബന്ധം. ഞാൻ പറഞ്ഞ ആ മനുഷ്യൻ അങ്ങനെ ഒരാളല്ല. മേലിന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിൽക്കാറുണ്ട്. പുരുഷ കമ്മീഷൻ വേണം. ചേച്ചിക്ക് പൂക്കീസിനെ ഇഷ്ടമാണോ? ഇവിടെ പൂക്കി എന്ന് വെച്ചാൽ എന്തുവാ എനിക്കറിയില്ല. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ എന്തോ പൂക്കി എന്നിട്ട് ചൊറിഞ്ഞിട്ട് പോയി പോക്ക് ചെയ്തു. ആ പോക്കിന്റെ ആണോ ഈ പൂക്കി? എന്താണ് ഇദ്ദേഹം ആരെയാ ചൊറിഞ്ഞത് എന്നൊക്കെ. പുതിയ ജനറേഷൻ അവരുടെ ഫ്യൂച്ചർ സേഫ്റ്റിയെ കുറിച്ചാണ് അവർ ഏറ്റവും അധികം ചിന്തിക്കുന്നത്. നീ ഇന്നത് ചെയ്യേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോട് അങ്ങനെ ആരും പറയാതിരുന്നത് എനിക്കാരും ഇല്ലാതിരുന്നത് കൊണ്ടാണ്. വെറും പൊട്ടത്തരമാണ് നിങ്ങൾ കാണിച്ചത് മുഴുവനും. നിങ്ങളെന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ല? ഞാനൊക്കെ ഞെട്ടിപ്പോയൊരു കേസ് ഉണ്ടായിരുന്നു. അയാൾക്കൊരു രസമാണെന്ന് തോന്നി സ്ത്രീകളെ പറ്റിയൊക്കെ മോശമായിട്ട് എഴുതുക, പറയുക. വെറുതെ ആർക്കും ഇപ്പം മൊബൈൽ ഉണ്ടെങ്കിൽ എന്തും പറയാൻ കാണിക്കാൻ ചേച്ചി. ഒരു സെൻസർഷിപ്പ് ഇവിടെ ഇല്ല. ഇതൊന്നും ആരും വെരിഫൈ ചെയ്യുന്നില്ല. നേരിട്ട് ചെന്ന് ആളുടെ ഷർട്ടിന് പിടിച്ചിട്ട് ചേച്ചി ആ മാഷി നീ ഇങ്ങനെ ചെയ്യോടാ സ്ത്രീകളോടെന്ന് ചോദിച്ചിട്ട് ചേച്ചിയുടെ ആ ഒരു ഹീറോയിക് ആറ്റിറ്റ്യൂഡ് ഇന്നും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയുണ്ട്. ഇതുപോലെ ചേച്ചി ഒരാളെ പിടിച്ച് തല്ലണം എന്ന് തോന്നിയൊരു അതായത് ഇവൻ എൻ്റെ കൈ കിട്ടിയാൻ അവനൊന്ന് തല്ലും എന്ന് തോന്നിയ ഒരാളുടെ പേരുണ്ടോ? 2-3 പേരുണ്ട്. എനിക്ക് ഒരു പേരായാലും മതി. വേണ്ട. ഇനി വലിയ ബിഗ് നെയിംസ് ആണോ? വേറെ എവിടെന്നെങ്കിലും കിട്ടിയാലും ഞാനാണെന്ന് പറയും. ഇതൊക്കെ എവിടെ നിന്നാണ് അവനൊക്കെ ഇരുട്ടടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സിനിമ ഇൻഡസ്ട്രി ആണോ ചേച്ചി? അതെ. ഇപ്പൊ തന്നെ ചിലവരൊക്കെ എനിക്കിത് ചേച്ചി ഇത് കണ്ടോ ചേച്ചി ഇയാൾ പറയുന്നത് എന്ന് പറയുന്നത്. നമ്മൾ ഇവൻ്റെയൊക്കെ പേര് പറഞ്ഞ് ഇവനൊരു ആളായി കൊടുക്കണ്ട എന്ന് വെച്ചാണ് ഞാൻ പേര് പറയാത്ത. വേറൊന്നുമല്ല. അന്ന് നമ്മൾ പോയി ആ മറ്റേ യൂട്യൂബറിനെതിരെ ആ വിഷയം കഴിഞ്ഞ് വേറൊരാളുണ്ട്, സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ഒരാളുണ്ടല്ലോ, ഇരുന്ന് വയലാർ രാമവർമ്മയെ പറ്റി പറയും, MT വാസുദേവൻ സാറിനെ പറ്റി പറയും. എല്ലാവരെയും പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഇയാൾ 1960 മുതൽ ഈ ഇൻഡസ്ട്രിയിലുണ്ടോ? ഇയാൾക്ക് ഇത്രയും ഇതെന്താ അറിയോ? അവിടെ ഇവിടെ ഇരുന്ന് ഈ പരദൂഷണം കേട്ടിട്ട് ആ പരദൂഷണമാണ് വന്ന് വിളമ്പുന്നത്. ശരിക്കും സുക്കർബർഗിനെ വിളിച്ചു ചോദിക്കണം, നിങ്ങൾ പരദൂഷണത്തിനൊക്കെ ഇത്രയും കാശ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം നമുക്ക്. കാരണം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ മലയാളികൾക്ക് ഈ പരദൂഷണം കേൾക്കാനുള്ള ഒരു ത്വരയുണ്ടല്ലോ. അല്ല ചേച്ചി, ഇപ്പം തന്നെ മാധവ് സുരേഷ്, നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ മകൻ്റെ ഒരു പടം റിലീസായി. അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള മലയാളത്തിൻ്റെ ഒരു റിവ്യൂവർ അതിനെ മോശമായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ മാധവും അദ്ദേഹവും കൂടെ ഉണ്ടായ ഒരു സോഷ്യൽ മീഡിയ സോ കോൾഡ് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചേച്ചിക്ക് എന്താ തോന്നുന്നു, അങ്ങനെ ഒരു സിനിമയെ നശിപ്പിക്കാൻ ഒരു റിവ്യൂവറിന് സാധിക്കുമോ? ഈ റിവ്യൂവറിൻ്റെ വിഷയത്തിൽ എനിക്കുള്ളൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. റിവ്യൂ വേണം. ഇപ്പം പണ്ടും റിവ്യൂ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ സിനിമ ഇറങ്ങുമ്പോൾ അടുത്ത വെള്ളിയാഴ്ചയെ റിവ്യൂ വരുള്ളൂ. അല്ലാതെ ഇറങ്ങിയ ഉടനെ അന്നൊക്കെ പത്രങ്ങളിലാണല്ലോ വന്നുകൊണ്ടിരുന്നത്. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് അന്നന്ന് പറഞ്ഞു തുടങ്ങിയത്. ഇവരൊക്കെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, നമ്മൾ പറയുമ്പോഴും അവർക്കത് മനസ്സിലാവുന്നില്ല. ഒരു സിനിമ തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ അധ്വാനമാണ്. ഇത്രയും പേരെ അധ്വാനിച്ച് അവർക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞു, അത് പോയി. പക്ഷേ ഇതിൻ്റെ ലാഭവും നഷ്ടവും പ്രൊഡ്യൂസറെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരു സിനിമ ഞാൻ കാണുന്നതും മീര കാണുന്നതും 2 വ്യത്യസ്ത രീതിയിലായിരിക്കും. ചിലപ്പോൾ എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, പക്ഷെ മീരയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അല്ലേ? മീരയ്ക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം നമ്മളുടെ അടുത്ത് ആദ്യമേ വന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാനുള്ളൊരു ഉത്സാഹം ഒന്ന്
കുറയും. അത് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ഒരു 4 ദിവസം നിങ്ങൾ വിടൂ. കാരണം ഈ റിവ്യൂ പറയുന്നവരല്ല തിയേറ്റർ റെൻ്റ് കൊടുക്കുന്നത്. റിവ്യൂ പറയുന്നവർക്ക് ഒരു നഷ്ടവും ഇല്ല. ഈ പൊതുജനത്തിൻ്റെ കയ്യിൽ നിന്ന് അത് റിവ്യൂ പറയുന്ന ആൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പം എനിക്കൊരു തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ചെന്നിരുന്നു, കണ്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇറങ്ങി പോരാം, അല്ലേ? മോളിലൊക്കെ പോയി PVRലൊക്കെ സിനിമ കാണുന്നവർ വളരെ ചൂസിയായിട്ട് മാത്രം സിനിമ കാണുന്നവരാണ്. ഈ സിനിമയെ എപ്പോഴും വിജയിപ്പിക്കുന്നത് സാധാരണക്കാരാണ്, അല്ലാതെ PVRൽ പോകുന്നവരല്ല സിനിമയെ വിജയിപ്പിക്കുന്നത്. അത് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ്. അവർ എൻ്റർടൈൻമെൻ്റായിട്ട് അവർ സന്തോഷത്തോടു കൂടെ ഫാമിലിയായിട്ട് പോയി കാണാൻ ആഗ്രഹിക്കുമ്പോൾ, ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരു കുട്ടി, ആ കുട്ടി ഒട്ടും ശരിയല്ല കേട്ടോ, അത് വൃത്തികെട്ട കുട്ടിയാന്ന് പറയുമ്പോൾ അത് വൃത്തികെട്ട കുട്ടിയാണ് ഇവരങ്ങ് മനസ്സിൽ സ്വീകരിക്കും. ഇവർ പിന്നെ അത് അന്വേഷിക്കില്ല. അതേ തന്നെയാണ് ഒരു സിനിമ മോശം എന്ന് റിവ്യൂവർ പറയുമ്പോൾ ഇത് കേൾക്കുന്നവർ അത് എന്തോ ഇയാൾ പറഞ്ഞു, അത് കൊള്ളൂല, എന്നാൽ നമുക്കതിന് പോണ്ടാന്ന് അത് കാണിക്കുന്നത് ഒരു മോശമാണ്. അതൊരു 4-5 ദിവസം സമയം കൊടുക്കൂ. സമയം കൊടുത്തിട്ട് മോശമാണെങ്കിൽ ആളുകൾ പോവില്ല. പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവർ തന്നെ പറയും, അവർ പുറത്തുള്ളവരോട് സ്വകാര്യമായിട്ട് പറയടേ ഏത് കൊള്ളല്ലേ എന്ന് പറയും. അല്ലാതെ ഈ കോടാനുകോടി ജനങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ ഇവരെ നശിപ്പിച്ച് അടങ്ങൂ എന്നുള്ള രീതിയിൽ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ മാധവ് സുരേഷിൻ്റെ വിഷയത്തിൽ മാധവ് മാത്രമല്ല, കുറേ നാൾ ഗോകുലിനെ കുറേ വേട്ടയാടി. പാവം ആ കുട്ടി ഒതുങ്ങി ഭയങ്കര ക്വയറ്റായ ഒരു കുട്ടിയായതുകൊണ്ട് അത് ഒതുങ്ങി അങ്ങ് പോയി. അത് മാധവ് വേറൊരു ക്യാരക്ടറാണ്. ഗോകുലിനെ മാതിരി അത്രയും ഒതുങ്ങിയ ഒരു കുട്ടിയല്ല. ഇതിൽ സുരേഷ് ഏട്ടൻ്റെ ഒരു ട്രെയ്റ്റ് ആർക്കാണ് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത്? അതായത് ഈ കാഴ്ചയിലല്ലേ പ്രതികരിക്കുക എന്നുള്ളത് മാധവനാണ് കിട്ടിയിരിക്കുന്നത്. ഗോകുൽ പ്രതികരിക്കും, പക്ഷെ ഗോകുലിൻ്റെ മോനെ വേണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കും, അവനങ്ങ് നിൽക്കും. മാധവ് പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ആ ഫാമിലിയെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അതുകൊണ്ടാണ് അന്നൊരു പെൺകുട്ടിയുടെ വിഷയം വന്നപ്പോൾ പോലും ഞാൻ സുരേഷ് ഗോപിയോടൊപ്പം നിന്നത്. സുരേഷ് ഗോപി അങ്ങനെ ഒരാളല്ല. സുരേഷ് ഗോപി എന്നെ സംബന്ധിച്ച് സുരേഷ് ഗോപി സിനിമയിൽ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉള്ളൊരു ആവേശമില്ലേ, അത് എനിക്ക് ഇന്ത്യയിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി അദ്ദേഹം മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളൂ. വിജയ് ജോസഫിനും എന്നൊക്കെ പറയുന്ന എനിക്ക് തോന്നുന്നു ലോകം മുഴുവനും അയാളുടെ സത്യപ്രതിജ്ഞ കണ്ടുകൊണ്ടിരുന്നു. അപ്പം ഒരു സിനിമ നടന് ഉള്ളിൽ ആ നടൻ വരും. ഇപ്പം ഞാനൊക്കെ ഒരു ചാനലിൽ ഇരുന്ന് കമലഹാസൻ ഒരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. നമ്മൾ ഇമോഷണലായിട്ട് കാണും, എല്ലാം നമുക്ക് ഇമോഷണലാണ്. അത് കലാകാരന്മാരുടെ കുഴപ്പമാണത്. അത് തന്നെയാണ് സുരേഷ് ഗോപി. ശരിക്കും ഞാൻ പണ്ടും പറയും ഇപ്പോഴും പറയും, സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനാവരുതായിരുന്നു, സുരേഷ് ഗോപി നടനായി തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന് എനിക്ക് ഇന്നും ഒരു അഭിപ്രായമുണ്ട്. കാരണം അദ്ദേഹത്തിന് എല്ലാം അദ്ദേഹം ഇമോഷണലായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞ മാതിരി മാധവ് ആക്ച്വലി ഭയങ്കര പാവം കുട്ടികളാണ് ഇവരെല്ലാവരും. അപ്പം മാധവ് അവനൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കൂടെ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്രയോ ആളുകളുടെ സിനിമകൾ വരുന്നുണ്ട്, അതെല്ലാം പലരുടെ അഭിനയം മോശമാവുന്നുണ്ട്, കഥ മോശമാവുന്നുണ്ട്, സിനിമ മോശം. അവരെ ഒന്നും ഇങ്ങനെ വലിച്ചു കീറാതെ ഈ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ടാണോ എന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊരു തോന്നൽ വരും, വിഷമം തോന്നും. അപ്പം ആ കുട്ടി ഒരു നിമിഷമെങ്കിലും ചിന്തിക്കില്ലേ, ഞാൻ എന്തിനാണ് ഈ രാജ്യത്ത് നിൽക്കുന്നത്, എന്നെ എല്ലാവരും ഇങ്ങനെ വേട്ടയാടുന്നു എന്നൊക്കെ ഞാനപ്പോൾ രാധികയെക്കുറിച്ച് ആലോചിക്കും. രാധിക എത്ര വിഷമിക്കുന്നുണ്ടാവും എന്നുള്ളത്. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് അവരെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലേ? അച്ഛനവിടെ ഇരിക്കട്ടെ, ഒന്നിനും വരാത്ത ഒരു പാവം പിടിച്ച ഒരു അമ്മയുണ്ടാവും വീട്ടിൽ. എന്താണ് അവരുടെ മക്കളെ ക്രൂശിക്കുമ്പോൾ അവർക്ക് വേദനിക്കില്ലേ, അല്ലേ? ഇതെല്ലാം നമ്മളൊക്കെ മനുഷ്യരാണ്. ചില മാനുഷിക മൂല്യത നമ്മൾ കൈവിടരുത് എന്ന്. അപ്പോൾ ഒരാളെ ആക്രമിക്കുമ്പോൾ പറയുന്നത് തന്നെ കുറച്ചുകൂടി സോഫ്റ്റായ
വാക്ക് മനോഹരമായി വിമർശിക്കാം. മാധവ് ചിലപ്പോൾ കുറേ സിനിമ ചെയ്യുമ്പോൾ നന്നാവുമായിരിക്കാം, പക്ഷെ ഇതിലത്ര എന്നൊക്കെ പറയുന്നതും അവരാധം മറ്റത് മറിച്ചത് എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഒരാളെ ഇങ്ങനെ അപമാനിച്ച് ടാർഗറ്റ് ചെയ്ത് അപമാനിച്ച് നാട് വിട്ട് ഓടിക്കുക എന്നൊക്കെ പറയുന്ന അതൊന്നും നമുക്ക് ഇതാണ് ചേച്ചി ഞാൻ പറയാം. എന്ത് ചോദിച്ചാലും അണ്ടർ ദ സൺ കൃത്യമായിട്ടുള്ള മറുപടി മുഖത്ത് നോക്കി പറയും. അതുകൊണ്ട് തന്നെ ചേച്ചിയാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു 10 എണ്ണം ചേച്ചി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. റാപ്പിഡ് ഫയർ ആണ് ചേച്ചിയുടെ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ടു ദ ഗുഡ് ഓൾഡ് ഡേയ്സും എല്ലാം കൊണ്ടുപോവാണ്. ചേച്ചി ഒരു പുരുഷ വിരോധിയാണോ? ഒരിക്കലും അല്ല. കാരണം എനിക്ക് 2 ആൺമക്കളാണ്. എനിക്ക് ഒരിക്കലും പുരുഷ വിരോധിയാവാൻ പറ്റില്ല. ഞാൻ എത്രയോ ഇപ്പം ഈ പറഞ്ഞ മാതിരി ഇപ്പം സുരേഷ് ഗോപിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ സുരേഷ് ഗോപിയോടൊപ്പം നിന്ന ഒരാളാണ്. സ്റ്റുഡിയോയ്ക്കുള്ളിൽ പോലും പല വിഷയങ്ങളിലും ഞങ്ങളുടെ അസോസിയേഷനിൽ പോലും ഒരു മെയിലും ഒരു ഫീമെയിലും തമ്മിൽ ഒരു ഇഷ്യൂ വന്നാൽ മെയിലിൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിൽക്കാറുണ്ട്. പക്ഷേ ഞാനൊരു പുരുഷ വിരോധിയാണെന്ന് സമൂഹം പറയുന്നതിൻ്റെ ഒരു കാരണം മിക്കപ്പോഴും ഞാൻ ഈ ചാനൽ ഡിബേറ്റിന് വരുന്നതെല്ലാം പല പീഡന കേസുകളും അതും ഇതും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പെണ്ണിനെയാണല്ലോ പീഡിപ്പിക്കുന്നത്. ആണിനെ പീഡിപ്പിക്കുന്ന മാനസികമായിട്ട് പീഡിപ്പിക്കാൻ പറ്റും, അല്ല ശാരീരികമായിട്ട് ഒരാണിനെ ലൈംഗികപരമായിട്ട് ഒരാണിനെ പീഡിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ലൈംഗികപരമായ പീഡനം അനുഭവിച്ച ഒരു പെണ്ണിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അത് പുരുഷ വിരുദ്ധതയാണ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ വിവരമില്ലായ്മയായിട്ട് ഞാനത് കാണുന്നുള്ളൂ. ഞാനൊരു തികച്ചും ഞാൻ 2 പേരോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. പുരുഷ വിരോധിയല്ല, സ്ത്രീ പക്ഷത്ത് മാത്രം നിൽക്കുന്ന ഒരാളും അല്ല. സൂപ്പർ. പുരുഷ കമ്മീഷൻ വേണോ വേണ്ടയോ ചേച്ചി കേരളത്തിൽ? പുരുഷ കമ്മീഷൻ വേണം. കാരണം ചില ഇടങ്ങളിൽ അന്യായമായിട്ട് പലപ്പോഴും പുരുഷന്മാരുടെ പേരിൽ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ചാർത്തി ഇപ്പോൾ ഒരു ഡിവോഴ്സ് കേസിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് ഗാർഹിക പീഡനം അനുഭവിച്ചിരിക്കാം. അതിൻ്റെ പേരിൽ അത് മനസ്സിലാക്കാം. ഈ പുരുഷന്മാർ ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷേ പുരുഷന്മാർ പുറത്തൊന്നും പറയില്ല. ഇത് അവർക്ക് ഭയങ്കര നാണക്കേടാണ്. അത് ഒരു വിഷയം. ഇനി മറ്റൊരു വിഷയം, ഈ എങ്ങനെങ്കിലും ഡൈവോഴ്സ് കിട്ടാൻ വേണ്ടി കുറേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആണുങ്ങളുടെ പേരിൽ പറയുന്നത്. ഇപ്പം എൻ്റെ ഒരു വിഷയം തന്നെ എടുക്കുക. അപ്പം ഞാൻ ഡിവോഴ്സിന് പോയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് പറ്റുന്നില്ല, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ സമ്പാദ്യത്തിന് ഞാൻ ഉണ്ടാക്കുന്ന പണത്തിനാണ് ഏറ്റവും വാല്യൂ കൊടുക്കുന്നത്. അങ്ങനെ ഒരാളോടൊപ്പം എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല. ഇത്രയേ ഉള്ളൂ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ ഇതിന് ഡൈവോഴ്സ് കിട്ടില്ല എന്നാണ് വക്കീൽ പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും പുള്ളിക്ക് എന്തെങ്കിലും അവീത ബന്ധം. ഞാൻ പറഞ്ഞു ആ മനുഷ്യൻ അങ്ങനെ ഒരാളല്ല. അതങ്ങനെ നടക്കുന്നുണ്ട്, തിരിച്ചും നടക്കുന്നുണ്ട്. സ്ത്രീക്കും അവീത ബന്ധം ഉണ്ടാക്കുന്നുണ്ട്, പുരുഷന്മാർക്കും അതുപോലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കമ്പാരിറ്റീവ്ലി പുരുഷന്മാരുടെ വിഷയം കുറവായിരിക്കും, സ്ത്രീകളുടെ വിഷയമായിരിക്കും കൂടുന്നത് എന്ന് കരുതി പുരുഷന്മാർക്ക് അവകാശങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം കാലം ഒരുപാട് മാറി. സ്ത്രീകൾക്ക് നിയമത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നാറുണ്ട് പുരുഷ കമ്മീഷനും കൂടി വനിതാ കമ്മീഷൻ ഉണ്ടെങ്കിൽ പുരുഷ കമ്മീഷനും ഉണ്ടാവട്ടെ. രണ്ടും നമ്മളെപ്പോഴും ഈക്വൽ എന്നല്ലേ പറയുന്നത്. എന്തുകൊണ്ട് അതായിക്കൂടാന്ന് തോന്നാറുണ്ട് ചേച്ചി. അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾ സിറ്റുവേഷൻഷിപ്പ് ബെഞ്ചിങ് കാലത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എറ്റേണൽ ലവ് ഇന്ന് ഈ ലോകത്തുണ്ടോ? കാരണം ചേച്ചി കേട്ടിട്ടുണ്ടോ ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പ് ഉണ്ട്, ബെഞ്ചിങ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇന്നുണ്ട്. ഈ ഒരു കാലത്തൊരു യഥാർത്ഥ പ്രണയം ഉണ്ടോ ഇല്ലയോ എന്നാണ്. ഒരു പൂക്കിയായിരിക്കണം ചേച്ചി ചോദ്യം. ചേച്ചിക്ക് പൂക്കീസിനെ ഇഷ്ടമാണോ? ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ മോനോട് എടാ പൂക്കി എന്ന് വെച്ചാൽ എന്തുവാ എനിക്കറിയില്ല. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ്റെ എന്തോ പൂക്കി. അപ്പം ഞാൻ ഇതെന്ത് ഈ പൂക്കി? പണ്ട് വേറെന്തോ പറയില്ലേ, ചൊറിയുന്നതിനെന്താ പറയുക,
നമ്മളെ ഫേസ്ബുക്കിൽ നിങ്ങളെ അയാൾ മറ്റേ ചൊറിഞ്ഞിട്ട് പോയി സ്ക്രാപ്പ് അയച്ചു അല്ല മറ്റേ പോക്ക് ചെയ്തു. അപ്പൊ അന്ന് ഞാൻ ചോദിക്കുക എന്താ ഈ പോക്ക് ചോദിക്കുമോ, ഇത് പൂക്കി. അപ്പൊ ആ പോക്കിന്റെ ആണോ ഈ പൂക്കി, എന്താണ് ഇത്, ആരെയാ ചൊറിഞ്ഞത് എന്നൊക്കെ. അപ്പൊ മോനോട് വെച്ചേടാ, അപ്പൊ അവനില്ല അത് ക്യൂട്ട് റിയാക്ഷനാണ് അങ്ങനെ അവൻ പറഞ്ഞു തന്നു. അപ്പോൾ പുതിയ ജനറേഷൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവരുടെ ഫ്യൂച്ചർ സേഫ്റ്റിയെക്കുറിച്ചാണ് അവർ ഏറ്റവും അധികം ചിന്തിക്കുന്നത്. അതിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് അവർ ബോധമല്ല. ഇതെൻ്റെ ലൈഫാണ്, എൻ്റെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞാനാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്നാണ്. ഞാൻ എൻ്റെ വീട്ടിൽ 2 ആൺകുട്ടികളെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പ്രത്യേകിച്ച് എൻ്റെ മൂത്തവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കാനൊരു താല്പര്യവുമില്ല. ചേച്ചി അപ്പം എന്ത് സ്റ്റാൻഡാണ് എടുത്തത്? അവസാന അമ്മ എന്നുള്ള നിലയിൽ ആദ്യത്തെ ആൾ പറഞ്ഞു അമ്മ എനിക്കൊരു കല്യാണം ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നൊരു നിലയിൽ ചേച്ചി എന്താണ് പറഞ്ഞത് ആക്ച്വലി? ഇല്ല, നമ്മൾ തോളിന് മേലെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്മയും മോനും അങ്ങനെയൊന്നും ഇല്ല. അവർക്കൊരു അപകടമോ അവർക്കൊരു നമ്മളെ ആവശ്യമുള്ള സമയത്ത് അവരോടൊപ്പം നിൽക്കുക എന്നത് മാത്രമാണ്. അതിനപ്പുറം നീ വലത്തേക്ക് പോ, നീ ഇടത്തേക്ക് പോ, നീ അങ്ങനെ അവിടെ, അതൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്നോടങ്ങനെ ആരും പറയാതിരുന്നത് എനിക്കാരും ഇല്ലാതിരുന്നത് കൊണ്ടാണ്. അപ്പോൾ എനിക്കത് ശീലമായി, അത് എന്നോടാരും അങ്ങനെ പറയാതെ. അപ്പം ഞാനും അവരോട് അങ്ങനെ നീ ഇന്നത് ചെയ്യേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ മോനൊക്കെ സേവിങ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാനൊന്നും സേവിങ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ ചിന്തിച്ചത് മുഴുവനും എൻ്റെ മക്കളുടെ സേഫ്റ്റി, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ഹാപ്പിനെസ്. അവർ പറയണം വെറും പൊട്ടത്തരമാണ് നിങ്ങൾ കാണിച്ചത് മുഴുവനും. നിങ്ങളെന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ല, നിങ്ങളെന്തിനാണ് ഈ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്നതാണ് ഇന്നത്തെ ജനറേഷൻ. സോ അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അവൻ എന്നോട് പറയാറുണ്ട്, അമ്മ ഈ നാട് നീളം നടന്ന് സംസാരിക്കുമ്പോൾ ഓരോ സ്ത്രീകളോട് പറയണം, ദയവ് ഇത് മക്കൾക്ക് വേണ്ടി ലൈഫ് സ്പോയിൽ ചെയ്യരുത്. ഒരു കാലം കഴിഞ്ഞാൽ അവരവരുടെ പാട് നോക്കി പോകും. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ കാണൂ. നിങ്ങൾ ആർക്ക് വേണ്ടിയും ഒന്നും സാക്രിഫൈസ് ചെയ്യരുത്. അതാണ് ഇന്നത്തെ ജനറേഷൻ. അപ്പോൾ ഈ പെൺകുട്ടികൾ യഥാർത്ഥ പ്രണയം എന്ന് ചോദിച്ചാൽ അവരാദ്യമേ നോക്കുന്നത് എനിക്ക് അവനുമായിട്ട് ജീവിക്കാൻ സാധിച്ചാൽ എനിക്ക് സേഫായിട്ട് സെക്യൂർഡായിട്ട് ജീവിക്കാൻ പറ്റുമോ, അതിലെന്താ തെറ്റ്? അല്ല ചേച്ചി, ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, ഒറ്റയ്ക്ക് ജീവിച്ചൊരു കംഫർട്ട് സോണിൽ എത്തിത്തുടങ്ങി. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഒരു കംഫർട്ട്. എന്നാലും ചേച്ചി നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു ലോ പോയിന്റിലെങ്കിലും ഒരു കമ്പാനിയൻഷിപ്പ് വേണം എന്ന് ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നുമോ? അങ്ങനെ അതിൻ്റെയൊക്കെ സ്റ്റേജൊക്കെ കഴിഞ്ഞു, അതൊരു സ്റ്റേജിലാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു ഏജിലാണ് നമ്മൾ വിവാഹം കഴിക്കുന്നതും മക്കളുണ്ടാകുന്നതും ഒക്കെ. നമുക്ക് അങ്ങനെ വേണം ഒരു കമ്പാനിയൻഷിപ്പ്, നമുക്ക് സങ്കടം പറയാൻ, നമുക്ക് സന്തോഷം ഷെയർ ചെയ്യാൻ, നമുക്ക് യാത്ര ചെയ്യാൻ. ഈ സ്വന്തമായിട്ട് ഏൺ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ, അത് ആൺകുട്ടിക്ക് വരും. അത് പിന്നീട് പെൺകുട്ടികൾ ജോലി ചെയ്തപ്പോൾ പെൺകുട്ടികൾക്കും വരാൻ തുടങ്ങിയപ്പോൾ അത് നമ്മുടെ സദാചാരത്തിന് പറ്റില്ല. സമ്പാദിക്കുന്നു എന്ന് അഹങ്കാരം കാണിക്കുന്നു. ആൺകുട്ടി സമ്പാദിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ വീട്ടുകാര്യങ്ങളൊക്കെ അവനാ നോക്കുന്നത് എന്ന് പറയും. പെൺകുട്ടി സമ്പാദിക്കുമ്പോൾ എന്തൊക്കെ എവിടെ തുള്ളിയാലും എന്താ ചെമ്മീൻ ചാടിയ പിന്നെ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയിൽ ഇതൊക്കെ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കും. ഇപ്പോൾ എൻ്റെ മോൻ പറയുന്നത്, ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നാൽ ഞാൻ ആ കുട്ടിയുടെ ഇഷ്ടം, ആ കുട്ടിയുടെ സൗകര്യം, ഇതെല്ലാം ഞാൻ നോക്കണം. അപ്പോൾ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി അവിടെ, എൻ്റെ താല്പര്യങ്ങൾ ഇത് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ ആ കുട്ടിക്കും സംഭവിക്കുന്നുണ്ട്. ഇത് തന്നെ ആ കുട്ടി, ദൈവമേ ഇനിയിപ്പോൾ ഞാൻ ലേറ്റായി വീട്ടിലെത്തിയ ഇയാൾക്ക് ദേഷ്യം വരുമോ, ഞാൻ ലേറ്റായിട്ട് എത്തിയ ഇവൾക്ക് ദേഷ്യം വരുമോ, പുറത്ത് പോകണമെങ്കിൽ ഇപ്പം എൻ്റെ മോനൊക്കെ അമ്മ ഞാൻ പോണേ എന്ന് പറഞ്ഞങ്ങ് പോവുക ചെയ്യുന്നത്. പക്ഷെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പം അതൊക്കെ ഇപ്പോൾ മാറി. ന്യൂ ജനറേഷൻ്റെ മുമ്പിൽ അതെല്ലാം മാറിയപ്പോൾ
പെൺകുട്ടികളാണ് വേഗത്തിൽ മാറിയത്. പക്ഷെ ആൺകുട്ടികൾ ഇപ്പോഴും അങ്ങനെ അങ്ങോട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഒരു തമാശയായിട്ട് പറയും, വരാന്തയിൽ നിന്ന് കാപ്പി എന്ന് പറയുന്ന അതിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് മാറുമ്പോഴാണ് കുറച്ച് അത് മാറാതെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും വേഗം വേഗം ഡിവോഴ്സ് ഒന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ന്യൂജൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കാലം മാറുന്നതിനനുസരിച്ച് റിലേഷൻഷിപ്പിൻ്റെ ഇത്തരം ഫോർമാലിറ്റീസ് കൂടി നമ്മൾ മാറ്റണം.